കംപ്ലീറ്റ് ചെയ്തു. ബാബാ സാഹേബ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓപ്പൺ സിസ്റ്റത്തിലൂടെ തന്നെ ഡിഗ്രി എടുത്തു. അപ്പോൾ ഇതിന്റെ ബേസിസിൽ ഇവർക്ക് ഒരു ഏക അധ്യാപക വിദ്യാലയത്തിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി. ആ ജോലിയിൽ ഇരിക്കുമ്പോഴാണ് ഇവർ അമേരിക്ക എന്ന സ്വപ്നഭൂമിയെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ പിന്നീടുള്ള ഡ്രീം മുഴുവൻ എങ്ങനെയും അമേരിക്കയിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഒന്നും അറിയില്ല, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ പുവറാണ്. പക്ഷെ ഇവർ ഓരോ ചില്ലി പൈസയും സൂക്ഷിച്ചു വെച്ചു. അവസാനം അമേരിക്കയിലെത്തി. ആദ്യത്തെ 6 വർഷം പട്ടിണിയും കഷ്ടപ്പാടും വളരെ ദുരിതമായിരുന്നു. അമേരിക്കയിൽ പോലും നല്ല ജോലിയൊന്നും കിട്ടിയില്ല. ഇവരവിടെ CDs ഒക്കെ വിറ്റ് ജീവിതം മുൻപോട്ടേക്ക് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് ഇവർ ഒരു ചെറിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നു. ഇന്ന് ജ്യോതി റെഡ്ഡി ലോകമെന്നും അറിയപ്പെടുന്ന ഒരു CEO ആണ്. നോക്കൂ, അത്തരം മോശമായ സാഹചര്യത്തിൽ നിന്ന് പോലും അവർക്ക് ഇന്ന് ഈ വിജയത്തിലേക്ക് കുതിക്കുവാൻ പറ്റി. വരുന്ന സെപ്റ്റംബർ 14-ാം തീയതി ജ്യോതി റെഡ്ഡി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. നമ്മളോടൊപ്പം ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് കേരളത്തിലെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് അവർ എത്തുന്നുമുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞതൊക്കെ പ്രതിസന്ധികളാണ്. ഇപ്പൊ കല്യാണം കഴിക്കുന്ന ആള് എങ്ങനെയും നമുക്ക് അറിയാൻ പറ്റില്ല. അതിനുശേഷം ഉണ്ടാവുന്ന പ്രതിസന്ധികളിലൂടെയാണ് ഈ ജ്യോതി റെഡ്ഡിയുടെ കഥ. മറ്റൊരു കഥ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജന്മനാലുള്ള വൈകല്യം അതിനെ അതിജീവിച്ച ഒരു യുവതിയുടെ കഥയാണ് നമ്മൾ കേട്ടത്. വളരെ ഹെൽത്തി ആയി പോകുന്ന ഒരു സാഹചര്യത്തില് പെട്ടെന്ന് അനാരോഗ്യം സംഭവിക്കുന്നു, അല്ലെങ്കിൽ കിടപ്പിലായി പോകുന്നു. അവിടെ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ US-ലുണ്ടായിരുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ പരിചയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ഡോക്ടർ ഡയാൻ ഡൈക്ക്. ഒരു വളരെ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. പക്ഷെ അതിനുശേഷം വളരെ ആക്റ്റീവായിട്ട് എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു, സജീവമായിട്ട് വളരെ ആക്റ്റീവായിട്ട് നിന്ന സമയത്താണ് ഒരു വലിയൊരു ബ്ലഡ് ഡിസീസ് ഈ ഡോക്ടർ ഡയാനിന് സംഭവിക്കുന്നത്. അതായത് നിലത്ത് കാലൊന്ന് കുത്താൻ പോലും പറ്റാതെ അതിശക്തമായ ഒരു വേദന, കാലിലെല്ലാം രക്തം കട്ട പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ എല്ലാം തളർന്നെന്ന് കരുതി അവസാനം ആത്മഹത്യയിലേക്ക് വരെ ചിന്തിച്ച ഒരു സമയത്താണ് അവർക്ക് ജീവിതത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് വരണം എന്നുള്ള ഒരു തീക്ഷ്ണത, ഒരു ചിന്ത മനസ്സിലേക്കുണ്ടായത്. ഒത്തിരിയേറെ അത്തരം പുസ്തകങ്ങളും മറ്റുമൊക്കെ വായിച്ചപ്പോഴത്തേന് അങ്ങനെ അവർ അവിടെ നിന്നുകൊണ്ട് തന്നെ സൈക്കോളജി പഠിച്ചു. ജീവിതത്തിൽ പതിയെ കൂടുതലായിട്ട് മോട്ടിവേഷണൽ ആയിട്ടുള്ള തൻ്റെ ജീവിതം അങ്ങനെ കൂടുതലൊന്ന് മാറ്റം വരുത്താൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ യാദൃശ്യമായിട്ട് ഒരു ദിവസമാണ് അവരുടെ ജീവിതത്തിൽ ഒരു പട്ടിക്കുട്ടിയെക്കുറിച്ച് അവർ കേൾക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച പരിചയമുള്ള ഒരു ഡോക്ടർ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ദേഹമെല്ലാം മുറിഞ്ഞ് ഏതാണ്ട് മരണാസന്നയായിട്ട് ഈ പട്ടിക്കുട്ടി അവിടെ കിടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പട്ടിക്കുട്ടി വന്നിട്ടുണ്ട്. അതിനെ അതുവരെ വളർത്തിയ ആൾക്കാർക്ക് അതിനെ ഇനി വേണ്ട. അപ്പം ഈ ഡയാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ പട്ടിക്കുട്ടിയെ കണ്ടതോടെ ഡയാൻ ചിന്തിച്ചത്, ഡയാന് ഈ അസുഖം വന്ന സമയത്ത് ഡയാനെ പ്രണയിച്ച് വിവാഹം കഴിച്ച ആൾ ജീവിതത്തിൽ നിന്ന് തിരസ്കരിച്ചു. അതുവരെ സ്നേഹിച്ച ആൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞു. ഡയാൻ ഈ പട്ടിക്കുട്ടിയെ കണ്ടപ്പോൾ ചിന്തിച്ച സ്വന്തം ജീവിതമാണ്. ആ പട്ടിക്കുട്ടിയെ എത്ര സ്നേഹത്തോടെ പരിപാലിച്ചിരുന്ന ആൾക്കാർ അതിനൊരു തകർച്ച വന്നപ്പോഴത്തേന് അതിനെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഡയാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ ജീവിതം തന്നെയാണ് ഈ പട്ടിക്കുട്ടിയിൽ കാണുന്നത്, ഞാൻ ഇതിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ പട്ടിക്കുട്ടി വേണ്ട പരിചരണം എല്ലാം കൊടുത്ത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെ വീൽ ചെയറിലാണ് ഡയാൻ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ പട്ടിക്കുട്ടിയെ നോക്കും? അപ്പോൾ ഡയാൻ അതിനെ കുഞ്ഞു പട്ടിയാണ്, അതിനെ നെഞ്ചോട് ചേർത്ത് വെപ്പിക്കുക. ഒരു സർവീസ് ഡോഗാണ്. അപ്പോൾ സർവീസ് ഡോഗ് പലപ്പോഴും ആളുകൾക്ക് അപായ സൂചനകൾ നൽകും. ഇപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ നൽകും. അമേരിക്കയിലും മറ്റൊക്കെ വളരെ കോമൺ ആയിട്ട് കാണും. അപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ഡയാൻ ഒരു മാറ്റം ഫീൽ ചെയ്തു. ഡയാൻ്റെ ഈ അസുഖം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയത്ത് ഈ രക്തം കട്ടപിടിക്കും, അസുഖം കൂടുതൽ സിവിയർ ആകും. ഈ പട്ടിക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പം ആ ഒരു പട്ടിക്കുട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ള ചൂട് സ്വന്തം ശരീരത്തിലേറ്റപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഈ അസുഖത്തിൽ മാറ്റം വരുന്നതായിട്ട് ഡയാന് ഫീൽ ചെയ്തു, ജീവിതത്തിൽ അനുഭവിച്ചു. അതോടുകൂടി എപ്പോഴും ഈ പട്ടിക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടായി ഇരുവരുടെയും ജീവിതം. രണ്ടുപേരുടെയും ജീവിതം പ്രതിപാദ്യമാക്കി 3 പുസ്തകങ്ങൾ തന്നെ ഡയാൻ എഴുതി. ഗ്രേസി എന്നാണ് ഈ പട്ടിക്കുട്ടിയുടെ പേര്. ഇന്ന് ലോകത്ത് അനേകം ആളുകൾക്ക് സ്വന്തം ജീവിതം കൊണ്ട് തന്നെ, അതായത് ഇപ്പോഴും ആ ജീവിത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഡയാന് ഇപ്പോൾ പുതിയ വിവാഹം കഴിച്ചു. ഡയാൻ്റെ ജീവിതം മനസ്സിലാക്കി ആ ഭർത്താവ് ഡയാനെ വീൽ ചെയറിലേക്ക് തള്ളിക്കൊണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരും. വലിയ ഓഡിയൻസിനെ നോക്കിക്കൊണ്ട് ഡയാൻ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത ആളുകളെ അനേകരെ പ്രതീക്ഷയിലേക്ക് നയിക്കുക ചെയ്യുന്നു. ഇനി നമുക്ക് തീർച്ചയായിട്ടും പുസ്തകത്തിലേക്ക് വരാം, കാരണം ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ജീവിത വിജയത്തിന്റെ താക്കോൽ എന്താണ്?
ബേസിക്കലി നമ്മുടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിലേക്ക് വിജയം പലപ്പോഴും ആക്സിഡന്റിലേ സംഭവിക്കുന്ന ഒന്നല്ല. വലിയൊരു ശതമാനം ആളുകളും ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോകട്ടെ, എങ്ങനെയെങ്കിലും വിജയം വരട്ടെ എന്ന്. നമ്മൾ ഈ ജീവിത വിജയത്തിന്റെ താക്കോൽ എന്നുള്ള പുസ്തകത്തിൽ ലോക ചരിത്രത്തിൽ വിജയം വരിച്ച ആളുകളുണ്ട്. അപ്പൊ നമുക്ക് അവരുടെയൊക്കെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അവർ എന്താണ് വിജയത്തിലേക്ക് നയിച്ചത്, ആ ടെക്നിക്കുകളാണ് പല ചാപ്റ്ററുകളിലും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ ഘടകങ്ങൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അവരെ ജീവിത വിജയത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫിന് ജീവിത വിജയത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബാബു പോൾ സാറാണ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി. അദ്ദേഹമാണ് ആ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ഈ സാധാരണഗതിയിൽ ജീവിത വിജയത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഒന്ന് നമുക്ക് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു നല്ല ഓപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വേണം. അതുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ഉണ്ടാവണം. അതിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഇതല്ലാതെ എന്തൊക്കെ വേണം? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയാണ് ഇപ്പൊ പെട്ടെന്ന് ഞാൻ ആലോചിക്കുമ്പോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനപ്പുറം എന്തൊക്കെയാണ് ജീവിത വിജയത്തിന് ആവശ്യം? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം, ആദ്യം പറഞ്ഞ പോലെ സെൽഫ് റിയലൈസേഷൻ ആണ്. എല്ലാ മനുഷ്യരും ഈ ലോകത്ത് പൂർണ്ണരല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള കുറവുകളുണ്ടാകും, അതേസമയം എൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാകും. ഞാൻ എൻ്റെ കുറവുകളിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ ഞാൻ എവിടെ ചെന്നാലും എൻ്റെ കോൺഫിഡൻസ് ലെവൽ വീക്കായിരിക്കും. അയ്യോ ഇവരെല്ലാം ഞാൻ എങ്ങനെ ഇവരുടെ മുമ്പിൽ ഈ കാര്യം പറയും എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കുറവിലേക്കായിരിക്കും നോക്കുന്നത്. അതേസമയം നമ്മുടെ കഴിവുകളിലേക്ക് നമ്മുടെ ഗുണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് യെസ് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടാണ് മനസ്സിലേക്ക് വരുന്നത്. അത് നമ്മുടെ സെൽഫ് എസ്റ്റീം ഉയർത്തും. സെൽഫ് എസ്റ്റീം ഉയരുന്നതോടുകൂടി ഏത് അവസ്ഥയിലും നമ്മൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. ആ അനുഭവം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അവിടെ കൂട്ടുമായിരിക്കും ചെയ്യുന്നത്. സെൽഫ് കോൺഫിഡൻസ് കൂടുന്നതോടുകൂടി ഏത് കാര്യത്തിലും നമുക്ക് പുതിയ ഇനിഷ്യേറ്റീവ്നെസ് എടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ അവരുടെ പ്രൊമോഷനൊക്കെ കിട്ടി കഴിയുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് അയ്യോ എന്നെ കൊണ്ട് വയ്യ, അത്ര വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയാറുണ്ട്. ഇനിഷ്യേറ്റീവ്നെസ് എടുക്കാനുള്ള ഒരു പേടി അത് മാറുക ചെയ്യുന്നത്. നമ്മൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആകുന്നു, ഇനിഷ്യേറ്റീവ്നെസ് ഏറ്റെടുക്കുന്നു. പുതിയ ബിസിനസ്സിലും മറ്റും ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പുതിയ ചെറുപ്പക്കാരുടെ തന്നെ ഒത്തിരി ഐഡിയാസുമായിട്ട് പലതരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങൾ വരുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ. യെസ്, ഈ ചെറിയ പ്രായത്തിൽ മറ്റൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്ത് അവിടെ ജീവിതകാലം മുഴുവൻ നിൽക്കുക എന്നതിനപ്പുറം ഞാനെത്ര ചെറുതാണെങ്കിലും എൻ്റെ ഐഡിയ വെച്ച് എനിക്കത് സക്സസ്ഫുൾ ആകാൻ പറ്റും എന്ന രീതിയിൽ പല മേഖലകളിലും, ബിസിനസ്സിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇപ്പം ആ ഒരു യങ് ജനറേഷൻ്റേതായിട്ടുള്ള ഒരു ചേഞ്ച് ഇപ്പോൾ വരുന്നുണ്ട്. ആ ഒരു ചിന്തയിലേക്കും മറ്റു ആളുകളെ മാറ്റാനായിട്ട് സാധിക്കും. ഈ സാറ് പറഞ്ഞതിൽ ഒരു ചുരുക്കം, അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ഒരു പ്രശ്നക്കാരനാണ് ഈഗോ എന്ന് പറയുന്നത്. രണ്ട് ദിശയിലുള്ളതും എന്നാൽ ഒരു മനുഷ്യന്റെ ലൈഫിൽ ഒരിക്കലും പാടില്ലാത്തതും അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ വലിയ ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? സെൽഫ് റിയലൈസേഷനിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ഈഗോ ഉണ്ടാവില്ല, അയാൾക്കൊരിക്കലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവില്ല. കമ്പാരിസണിലേക്ക് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് വഴിതെളിക്കുന്നത്. മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നു, കൂടെ ജോലി ചെയ്യുന്നയാൾ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റാളുകൾ. അപ്പോൾ ഓരോ വ്യക്തിയും യുണീക്കാണ്. എനിക്ക് എൻ്റെതായ കഴിവുകളുണ്ട്, എനിക്ക് എൻ്റെതായ കഴിവുകേടുകളുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ എടുത്താൽ, ഒപ്ര വിൻഫ്രി എടുത്താൽ, അല്ലെങ്കിൽ ഇന്ന് ബിൽ ഗേറ്റ്സ് ആവട്ടെ, എല്ലാ വ്യക്തികളും ലോക ചരിത്രത്തിൽ വിജയം നേടിയ എല്ലാ ആളുകൾക്കും ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ അവരുടെ കുറവുകളിലേക്കല്ല നോക്കുന്നത്, പക്ഷെ അവരുടെ കഴിവുകളിലേക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കമ്പാരിസൺ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈഗോ എന്ന് പറയുന്നതും ഒരു സെൽഫ് അവയർനെസ് ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നും ഈഗോ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിക്ക് ചില ഏരിയാസിൽ ഞാൻ വീക്കാണ്, അത് മറ്റുള്ളവരുടെ മുമ്പിൽ മറച്ചു പിടിക്കാം, അപ്പൊ ഞാൻ കുറച്ച് ഡോമിനന്റ് നേച്ചറിലേക്ക് കാണിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര പ്രാധാന്യം എല്ലാവരും തരണം. അപ്പോൾ ഇത്തരത്തിലുള്ള തോട്ട് പ്രോസസ് എല്ലാം ഈഗോയിലേക്കും വഴിതെളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റിവെച്ച്, ഇതെല്ലാം തന്നെ നെഗറ്റീവ് വൈബ്സ് ആണ്. നെഗറ്റീവ് വൈബ്സ് ജീവിതത്തെ കൂടുതൽ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയുള്ളൂ. അവിടെ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്സ്, നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നിന്ന് തന്നെ തുടങ്ങുന്ന ആ പോസിറ്റീവ് വൈബ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ തന്നെ മാറ്റം വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ചില ആളുകൾ ഒരു റൂമിലേക്ക് കയറി വന്നാൽ മതി, അവരൊന്നും സംസാരിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തലവേദന ഫീൽ ചെയ്യും. പലർക്കും ഇത് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. ഒന്നും സംസാരിക്കേണ്ട, ഒരു മുറിയിലോട്ട് കയറി വന്നാൽ മതി. പക്ഷെ മറ്റു ചില വ്യക്തികൾ ഒരു മുറിയിലേക്ക് കയറി വന്ന ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി, ആ ഹോളിൽ ആശ്വാസം തോന്നും, പോസിറ്റീവ് എനർജി വരും. വളരെ സ്പിരിച്വൽ ലീഡേഴ്സിനെയൊക്കെ പലരെയും സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അവര് ഒന്നും സംസാരിക്കില്ല. ചില സ്പിരിച്വൽ ലീഡേഴ്സ് അവരൊരു ഹാളിൽ വെറുതെ ഇരിക്കുകയുള്ളൂ.
ആ ഹോളിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. കാരണം നമ്മളുടെ മൈൻഡിൽ നിന്നും പുറപ്പെടുന്ന ഈ ഒരു പോസിറ്റീവ് വൈബ്സ്, അപ്പോൾ ഈ ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഈഗോയെ ആവട്ടെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ ആവട്ടെ, ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്തുകൊണ്ട് ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും. ഇപ്പോഴും ഇപ്പോ ജോബിൻ സാർ പറഞ്ഞ സെൽഫ് റിയലൈസേഷൻ എന്നുള്ള ടേം ആണ്, പറയാൻ എളുപ്പമാണ്, പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കത് അറ്റൈൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ സെൽഫ് എന്താണ് ഞാൻ, എൻ്റെ കഴിവുകൾ, എൻ്റെ കഴിവുകേടുകൾ, എൻ്റെ പരിമിതികൾ, എന്നെ കൊണ്ട് പോസിബിൾ ആവുന്ന കാര്യം, എങ്ങനെ നമുക്ക് ആ സെൽഫ് റിയലൈസേഷൻ പോസിബിൾ ആവും, അതിനെന്താണ് ചെയ്യുന്നത്? ഒരു കാര്യങ്ങൾ അതിനകത്ത് വേണ്ടത്, ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാദ്യം വേണം. വിജയം മാത്രം വരുന്നതല്ല ജീവിതം, പരാജയങ്ങളും ഉണ്ടാകും, വിമർശനങ്ങളുണ്ടാകും. ആ വിമർശനങ്ങളെയും നമുക്ക് നേരിടാനായിട്ട് കഴിയണം. അപ്പോൾ വിമർശനങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഉടനെ തളരുന്ന ഒരാൾക്ക് ഒരിക്കലും സെൽഫ് റിയലൈസേഷൻ സാധ്യമാകത്തില്ല. ആ വിമർശനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ. ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, അതായത് നമ്മളുടെ ഒരു ജീവിതത്തിലെ ഉയർച്ചയിൽ അസൂയുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് താല്പര്യം കുറവുള്ള ആളായിരിക്കും. അപ്പോൾ ആ വ്യക്തി നമ്മളെ വിമർശിക്കുകയാണ്. അത് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ നന്മ ലക്ഷ്യമാക്കി ആയിരിക്കുകയില്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തിലെ ഒരു ദോഷം ലക്ഷ്യമാക്കിയായിരിക്കും. അത് ഡിസ്ട്രക്റ്റീവാണ്. അത് ഒരിക്കലും നമ്മുടെ ഒരു നന്മയല്ല ആഗ്രഹിക്കുന്നത്. അതേസമയം കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. ഇപ്പം നമ്മളെക്കുറിച്ച് തന്നെ നമ്മളുടെ ഒരു വിജയത്തിൽ, നന്മയിൽ, ഉയർച്ചയിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മൾ നന്നായിട്ട് വരണം എന്നീ ആഗ്രഹത്തിൽ നമ്മളോട് പറയുക. ഇപ്പം നമ്മുടെ ഒരു നടത്തമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസാരമായിരിക്കാം, നമ്മുടെ ഒരു പെരുമാറ്റമായിരിക്കാം, അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമ്മൾ പേഴ്സണലായിട്ട് പറയുക. അപ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, ഈ പറയുന്നത് ശരിയാണോ, അത് കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് അത് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിച്ചുകൊണ്ട് ആദ്യം ഒരു വിഷമം വരും, കാരണം നമ്മുടെ ഒരു കുറ്റം പറയുന്ന ആൾക്കും കേൾക്കുന്ന ഇഷ്ടമില്ല, ഒരു നല്ല കാര്യം പറയുന്ന ഇഷ്ടം. അപ്പോൾ എന്നാൽ തന്നെ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ ശരിയാണല്ലോ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളത് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മുടെ ഒരു വിജയത്തിലേക്ക് ഒരു പടിയും കൂടെ നമ്മൾ മാറുക ചെയ്യുന്നത്. ജീവിതത്തിൽ വിമർശനങ്ങൾ വരുമ്പോഴത്തേന് അതിനെ സ്വീകരിക്കാനും അതിനെ സോർട്ട് ചെയ്യാനും നമുക്ക് പറ്റും, ഒരു അരിപ്പ പോലെ. മറ്റൊന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളും പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളോട് അനാവശ്യമായ കാര്യങ്ങൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊള്ളുക, വെറുതെ ഒരു കാര്യമില്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിന് നെഗറ്റീവായിട്ടൊരു കമൻറ്റ് പറയുക. ഇത്തരം നെഗറ്റീവ് തോട്ട്സും സെൽഫ് റിയലൈസേഷൻ ഒരു തടസ്സമാണ്. അപ്പോൾ അവിടെ നമ്മളെ തിരിച്ചറിയുന്നില്ല, മറിച്ച് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം മാറ്റിക്കൊണ്ട് നമ്മളൊരു ശാന്തമായൊരു മനസ്സ് വന്നാൽ, ഇപ്പോൾ നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, പാടമൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത്, നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പാടമെല്ലാം നന്നായിട്ട് ഒരുക്കാറുണ്ട്. അതിലുള്ള കളകളെല്ലാം പറിച്ചു കളയും. അതിനുശേഷമാണ് അവിടെ ഞാറ് നടുന്നത്. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഈ കള വളർന്ന് വലുതായി ഈ നെൽച്ചെടിക്ക് വേണ്ട വളവും കൂടി അത് സ്വീകരിക്കും, കള വലുതാകും, നെൽച്ചെടി അവിടെ ഇല്ലാതാകും. നമ്മുടെ മനസ്സും അതുപോലെ. നമ്മുടെ മനസ്സിൽ നിഷേധാത്മകമായിട്ടുള്ള ഊർജ്ജം നമുക്ക് പ്രസരിപ്പിക്കുന്ന ഈ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം നമ്മൾ മാറ്റി, മറ്റുള്ളവരെ കുറ്റം പറയുന്നതുകൊണ്ട്, ഈ ക്രിറ്റിസിസം, വിമർശനങ്ങളോട് അസഹിഷ്ണുത ആയിട്ടുള്ളവരുണ്ട്, ഇതിനെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് തോട്ട്സ് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അങ്ങനെ പോസിറ്റീവ് തോട്ട്സ് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഫലവും പോസിറ്റീവ് ആയിരിക്കും. അതല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് തോട്ട്സാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതെങ്കിൽ അവിടെ ചെറിയ പോസിറ്റീവ് തോട്ട്സ് വന്നാൽ പോലും അത് ഈ നെഗറ്റീവ് തോട്ട്സിനെ അത് ഞെരിച്ച് കളയുമായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ നമ്മൾ നല്ല തോട്ട്സിനെ സ്വീകരിക്കണം. വിമർശനങ്ങൾ കേട്ടാൽ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തതിൽ നല്ലത് ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻഷൻ എന്താണ്, അത് നല്ല ഇന്റൻഷൻ ആണെങ്കിൽ സ്വീകരിക്കാം ഇതൊക്കെ. പക്ഷെ ഒരുപാട് ആൾക്കാർ നമുക്കറിയാം വളരെ ഹൈലി ഇമോഷണൽ ആൻഡ് ഹൈലി സെന്റിമെന്റൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ചെറിയ ഒരു വിമർശനം പോലും താങ്ങാൻ പറ്റാത്ത ആൾക്കാര്, എനിക്ക് തോന്നുന്നു അത് വലിയൊരു പരിധി വരെ ഒരു മാനസിക വൈകല്യം തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓവർ ഇമോഷണൽ ആവുക അല്ലെങ്കിൽ ഓവർ സെന്റിമെന്റൽ ആവുക എന്ന് പറയുന്നത് ഒരു സാധാരണ നിലയ്ക്കും താഴേക്ക് നമ്മുടെ മനോബലം നിൽക്കുന്നു എന്നാണല്ലോ. എന്തുകൊണ്ടാണ് സാർ അതുകൊണ്ടാണ്? പ്രത്യേകിച്ച് ഇത് കേരളത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ സാധനം. ഇത് കാരണം ഒരു ഓവർ പ്രൊട്ടക്ഷനിസം ആണ്. ഇപ്പൊ വീട്ടിലാണെങ്കിലും ചെറിയ പ്രായം തൊട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നു. അപ്പൊ നമ്മളൊരു വളരെ ഇപ്പൊ നമ്മളൊരു കസേരയിൽ തട്ടി വീണു, ഉടനെ അമ്മ
കുട്ടിയെ ആയിരിക്കില്ല വഴക്ക് പറയുന്നത്, കസേരക്കിട്ട് 2 അടി കൊടുക്കും, അവിടുന്ന് മാറട. അപ്പൊ ഈ കുട്ടി ചെറുപ്പം തൊട്ട് വളർത്തിയെടുക്കുന്ന ഒരു മനോഭാവം എന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്കൊരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഒരു ചെറിയ തെറ്റുണ്ടായാൽ, ചെറിയൊരു പരാജയം ഉണ്ടായാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ഒരു ജീവിത വിജയത്തിലേക്ക് വന്ന ആളുകളുടെ ഒക്കെ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ 100 ഇൻസിഡൻസിൽ 90 പരാജയമായിരിക്കും. തീർച്ചയായിട്ടും വലിയൊരു ഉദാഹരണമാണ്. എഡിസൺ ഉണ്ട്, ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ. അതിൽ ആ 10 എണ്ണത്തിലായിരിക്കും അവരുടെ ജീവിതം തന്നെ ഒരു പോസിറ്റീവ് മാറി മറിഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഒരു ചെറുപ്പം തൊട്ട് നമ്മുടെ സ്കൂളിലാവട്ടെ സമൂഹത്തിലാവട്ടെ ഈ ഒരു ഓവർ പ്രൊട്ടക്ഷനിസം വരുന്നത് കൊണ്ട് തന്നെ ചെറിയ വിമർശനങ്ങളെ പോലും അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് പലർക്കും നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ പലപ്പോഴും വിജയിക്കാത്ത മലയാളി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യണം, അവിടെ ആരും പ്രൊട്ടക്ട് ചെയ്യാനില്ല, അവിടെ നമ്മൾ കൂടുതൽ വിജയത്തിലേക്ക് പോകുന്നു. ഇന്ന് പല ലോക രാഷ്ട്രങ്ങളിലും മികവാർന്ന മേഖലകളിൽ മലയാളികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിനൊരു കാരണവും ഇത്തരത്തിൽ ഈ ഒരു പരാജയങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത ഒരു മനോഭാവമാണ്. ജയം പ്ലസ് പരാജയം ഈസ് ഈക്വൽ ടു ജീവിത വിജയം. അതാണ് അതിന്റെ സമാവാക്യം. അല്ലാതെ എപ്പോഴും വിജയം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടെങ്കിലും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ സാർ ബേസിക്കലി നിങ്ങൾ രണ്ടുപേരും സൈക്കോളജിസ്റ്റും കൂടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓവർ പ്രൊട്ടക്ഷനിസം ആണ് നമ്മുടെ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയുടെ, അല്ലെങ്കിൽ ഞാനടക്കമുള്ള ഒരു തലമുറയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ സ്കൂളിൽ തന്നെ കുട്ടികളെ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വഴക്ക് പറയാൻ പാടില്ല. അപ്പൊ നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന ഒരു ശിക്ഷണ രീതിയും ഇപ്പൊ ടീച്ചിങ്ങിലാണെങ്കിലും ഉള്ള രീതി ഇപ്പോഴും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ വലിയ ദോഷങ്ങൾ ഒരുപക്ഷെ അതിന് വ്യക്തിമാവുന്നത് ഈ വളർന്നു വരുന്ന കുട്ടികൾ തന്നെയായിരിക്കും. എന്താണ് നിങ്ങളുടെ ഒരു അനാലിസിസ്? ഇത്തരത്തിലുള്ള ഒരു പേരന്റിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടീച്ചിങ് സിസ്റ്റം പോവുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് എത്തി നിൽക്കും? അതായത് ഇപ്പൊ നമ്മളൊരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഒരു തക്കാളിയും മുറിക്കാം, കത്തി ഉപയോഗിച്ച് ഒരാളെ കുത്തിയും കൊല്ലാം. അപ്പൊ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ഒരു കാര്യം തന്നെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കാം. ഇന്നത്തെ ഒരു അക്കാഡമിക് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത ആളുകളുടെ ആത്മവിശ്വാസം, പ്രത്യേകിച്ചും കുട്ടികൾ ഒരു സെൽഫ് സഫിഷ്യന്റ് ആവാനൊക്കെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഒരു പരിധി വരെ അതൊക്കെ സഹായകരമാണ്. പക്ഷെ അതേസമയം ഈ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കേണ്ട ഒരു പീരീഡ് ഉണ്ട്. അപ്പൊ ഒരു പ്രായത്തിൽ ആ ഫ്രീഡം കിട്ടുന്ന ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ സിസ്റ്റത്തെ നമുക്ക് ഒരു പക്ഷേ ഒരു പെട്ടെന്ന് മാറ്റിമറിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവരിലേക്ക് അവരുടെ വ്യക്തിത്വത്തിന്, ഇപ്പൊ ഇന്ന് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കുട്ടികൾ ഒരു 12-13 വയസ്സാകുമ്പോൾ തന്നെ ഇൻഡിപെൻഡന്റ് ആവുകയാണ്. 15 വയസ്സാകുമ്പോൾ എത്ര ടോപ്പ് ഹൈറാർക്കിയിലുള്ള ആളുടെ മകനാണെങ്കിലും മകളാണെങ്കിലും ഹോട്ടലിൽ വെയിറ്റർ ആയിട്ടൊക്കെ ജോലി ചെയ്ത് അവരുടെ എഡ്യൂക്കേഷനുള്ള പണം കണ്ടെത്തുന്നു. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു റെസ്പോൺസിബിലിറ്റിയിലേക്കാണ് ഇവരെ നയിക്കുന്നത്. പക്ഷെ ഈ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. മക്കള് ജോലി ചെയ്ത് ശമ്പളം വാങ്ങി പഠിക്കുന്നു എന്ന് പറയുന്നത് ഒരു മോശമാണ്. അപ്പൊ ഈ ഫ്രീഡം കൊടുക്കുമ്പോ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് നടക്കുന്നില്ല എങ്കിൽ ഫ്രീഡം മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ എൻഗേജ്ഡ് ആക്കുക, മൈൻഡിൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാനുള്ള അവസരമില്ല. ജോലി ചെയ്യണം, പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും മാനേജ് ചെയ്യണം. അപ്പോൾ തന്നെ ഒരു ഡിസ്ട്രക്റ്റീവ് തലത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വ്യക്തിത്വ വികസനത്തിലൂടെ ജീവിത വിജയം, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് പേഴ്സണാലിറ്റി? ഇപ്പൊ എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, സാറിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, സാറിന് എന്താണ് ഈ പേഴ്സണാലിറ്റി? അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇംപ്രൂവ് ചെയ്യാം? തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജീവിതത്തില് മുൻകാലഘട്ടങ്ങളിൽ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് അവരുടെ നല്ലതായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്നു, നന്നായിട്ട് സംസാരിക്കുന്നു, ബോഡി ലാംഗ്വേജ് ഒക്കെ കീപ്പ് ചെയ്യുന്നു, കോണ്ടാക്ട് ഒക്കെ കീപ്പ് ചെയ്യുന്നു, വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരോടും വളരെ സുസ്മരവദനായിട്ടല്ലേ വദനയായിട്ട് സംസാരിക്കുന്നു. പക്ഷേ പേഴ്സണാലിറ്റി എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ മീനിങ് അതൊക്കെ ഓക്കെ, അതും വേണം. പക്ഷേ അതിനൊരു റൂട്ടുണ്ട്. ആ റൂട്ടിന് ശരിയായ രീതിയിലുള്ള വളർച്ചയില്ല എങ്കിൽ അതിൻ്റെ ആ ഒരു വൃക്ഷത്തെ തന്നെ അത് ബാധിക്കുന്ന പോലെ ഇത് നമ്മളിലേക്ക് എത്തി നിൽക്കുന്നത് നമ്മുടെ ഇന്നർ ഒരു ചേഞ്ച് കൂടെ. അതായത് നമ്മൾ മറ്റുള്ളവരോടുള്ള ഓരോ പെരുമാറ്റത്തിലും നമ്മുടെ ഉള്ളിലുള്ള ഒരു മാറ്റവും കൂടെ അവിടെ വരിക എന്നുള്ളതാണ്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമാണ് ഒരു വ്യക്തിത്വ ആ ഒരു വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു സർവേ നടത്തിയതിൽ ആ സർവേയിൽ നിന്ന് വ്യക്തമായത് കേരളത്തിലെ നല്ലൊരു ശതമാനം കേരളത്തിൽ ഇപ്പോൾ ഇഷ്ടംപോലെ പ്രൊഫഷണൽ കോളേജുകളുണ്ട്. ഒരു 10 വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ ഈ പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനവും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ളത്. അതിന് കാരണമായിട്ട് കണ്ടെത്തിയത് സോഫ്റ്റ് സ്കിൽസിന്റെ അഭാവമാണ്.
ശരിയായ രീതിയിൽ അവരുടെ ഉള്ളിൽ അവർക്ക് ആശയങ്ങളുണ്ടാകാം, പക്ഷെ അത് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ അവർക്ക് അവരുടെ കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അവരുടെ ഈ ഒരു സോഫ്റ്റ് സ്കിൽസിൻ്റെ ഒരു അഭാവമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കോളേജ് ലെവൽ തൊട്ട് ഒരു സ്കൂൾ തലം മുതലേ, ഒരു 8ാം ക്ലാസ് മുതലേ തന്നെ കുട്ടികൾക്ക് ആ ഒരു സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് സീരിയസ് ആയിട്ട്, അതിന് മുമ്പ് തുടങ്ങിയാൽ അത്രയും നല്ലത്, സീരിയസ് ആയിട്ട് കൊടുത്തുകൊണ്ട് അവരുടെ ഒരു ലൈഫിൽ അവർ ആരായി തീരണമെന്നുള്ളതിൻ്റെ ഒരു വിഷൻ അവർക്ക് ഒന്ന് തിരിച്ചറിവ് അവർക്ക് കൊടുക്കുക. അല്ലാതെ വെറുതെ ഒരു ട്രെൻഡിനനുസരിച്ച് ഇപ്പം ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക, അതെ, അതിന് പകരം അവരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ അവർക്ക് അവരുടേതായ കഴിവുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൽഫോൻസ് കണ്ണന്താനം IAS, അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം ഒരു IAS കാരനാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ ട്രെയിനിങ് നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകനെ ഒരു ഞാൻ IAS കാരനാണ്, എൻ്റെ മകനെ IAS കാരനാകട്ടെ എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. മറിച്ച് അദ്ദേഹം ചിന്തിച്ചത് ആ മകൻ്റെ കഴിവ് ഏതാണോ അത് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഏതാണ്ട് 13 വയസ്സുള്ളപ്പോൾ ഇവിടെ ഡൽഹിയിൽ ജോൺ പോൾ 2 മാർപ്പാപ്പ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കാൻ വന്നപ്പോൾ അന്നത്തെ ആ ഹോളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫേസ്ലെസ് പിക്ചർ മദർ തെരേസയുടെ വരച്ചത് ഈ 13 വയസ്സുള്ള കുട്ടിയായിരുന്നു. ഇന്ന് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി 25 വയസ്സിൽ താഴെയുള്ള ഈ ഒരു വിദ്യാർത്ഥി സ്വന്തം, അതും അപ്പൻ്റെ സ്വാധീനത്തെക്കാൾ സ്വയം സ്കോളർഷിപ്പ് നേടി അവിടെ പോയിട്ട്, അപ്പം അദ്ദേഹത്തിന് രാജ്യാന്തര തലത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരു രാജ്യാന്തര തലത്തിൽ പെയിന്റിങ്ങിൽ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു. അത് ആ വിദ്യാർത്ഥിയുടെ കഴിവിൽ ഏറ്റവും ഉന്നതമായ നേട്ടം. നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾക്ക് ഇന്ന് അവർ നോക്കേണ്ടത്, ലക്ഷ്യം വെക്കേണ്ടത്, ഓരോരുത്തർക്കും കഴിവുണ്ട്. ആ കഴിവ് ഏതാണോ ആ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ അവർ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർക്ക് ലോകത്തിൽ ഏറ്റവും നമ്പർ 1 ശ്രേണിയിലേക്ക് വരാൻ പറ്റും. അതാണ് ഇന്ന് മലയാളികൾ കടക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും തോൽവി എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പൊതുവെ കണക്കിലെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 1 മാർക്ക് കുറഞ്ഞ് തോറ്റുപോയാൽ പോലും അവൻ തോറ്റുപോയി എന്നുള്ളൊരു, അത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ടീച്ചേഴ്സ്, സ്കൂള്, വീട്ടുകാർ ഇവരൊക്കെ ഇവരിൽ ഏൽപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് തോറ്റുപോയാൽ അതെന്തോ മോശമാണ് എന്നുള്ളൊരു പക്ഷെ ശരിക്കും തോൽവിയിലൂടെയാണ് ശരിക്കും നമുക്ക് ജയിക്കാൻ സാധിക്കുന്നത്. അപ്പോ എങ്ങനെ നമുക്ക് തോൽവികളെ വിജയ മന്ത്രമാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ തോൽവിയെ അത്രയ്ക്ക് ഭയക്കേണ്ട മോശപ്പെട്ട ഒരു കാര്യമാണോ? ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. വീണ്ടും നമ്മളുടെ തോട്ട് പ്രോസസ്സിൽ 2 തരത്തിലുള്ള സ്വാധീനമുണ്ട്. ഒന്ന്, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് നമ്മളെ സ്വാധീനിക്കും. അതിന് നമ്മൾ ഓട്ടോ സജഷൻ എന്ന് പറയും. നമ്മളിപ്പോൾ ബസ്സിൽ പോകുമ്പോൾ, നമ്മളല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇത് നമ്മളോട് തന്നെയുള്ള ഒരു സംസാരമാണ്. ഇത് നമ്മളെ സ്വാധീനിക്കും. രണ്ടാമത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിന് നമ്മൾ ഹെട്രോ സജഷൻ എന്ന് പറയും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നടത്തുന്ന കമന്റുകൾ. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ 2 വിദ്യാർത്ഥികൾ ഒരുമിച്ച് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ടീച്ചർ കുട്ടികളോട് ചോദ്യം ചോദിച്ചു. 1ാമത്തെ കുട്ടി 2ാമത്തെ കുട്ടിയേക്കാൾ ബുദ്ധിമാനായിരിക്കും. പക്ഷെ അവനോട് ചോദ്യം ചോദിക്കുമ്പോൾ അവന് അത് ശരിയായിട്ട് അതിന് ഉത്തരം പറയാൻ ആ സമയത്ത് സാധിച്ചെന്ന് വരില്ല. പക്ഷെ 2ാമത്തെ കുട്ടി ഉത്തരം പറയുന്നു. ഉടനെ ടീച്ചർ പറയുന്നു, മിടുക്കൻ, നീ അവനെ കണ്ടുപിടിക്കുക. എന്നിട്ട് അവനോട് പറയുന്നു, മണ്ടൻ, നീ ഇവനെ കണ്ടുപിടിക്കുക. അപ്പൊ മറ്റുള്ളവരുടെ ഒരു കമാൻഡും ഇവന്റെ സബ് കോൺഷ്യസിലോട്ടാണ് എത്തുന്നത്. തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഉടനീളം പരാജയങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും നടക്കുന്നത്. 1 മുതൽ 10 വരെ ആദ്യത്തെ 10 റാങ്ക് നേടുന്ന കുട്ടികളുടെ എണ്ണം എടുത്താൽ മിക്കവാറും ഈ 10 പേരും ഒരേ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കും. 1 2 പേരെ ഈ വലയം ഭേദിച്ച് ആ കാറ്റഗറിയിലേക്ക് വരുന്നുള്ളൂ. ഇതിന് കാരണം ചെറുപ്പം മുതൽ തന്നെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നടത്തുന്ന കമന്റുകൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിലെ തോൽവികളെ വിജയമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. പലരും പറയും എൻ്റെ അച്ഛന് കുറച്ചുകൂടെ സമ്പത്തുണ്ടായിരുന്നേ ഞാൻ നന്നായേനെ, എൻ്റെ ജാതകം ഞാൻ വേറൊരു ദിവസം ജനിച്ചിരുന്നേ കുറെ നന്നായേനെ, ഇതൊന്നും എന്റെ പ്രശ്നമല്ല, നന്നായേനെ, ഇതെല്ലാം മറ്റുള്ളവരുടെ പ്രശ്നമാണ്. തോൽക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്നത് സിസ്റ്റത്തെയാണ് പഴിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റുപാടിനെയാണ് പഴിക്കുന്നത്. വിജയത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വയം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ്. അവിടെ നിന്ന് ഞാൻ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. പിന്നെ പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനുള്ള കാരണം നമ്മുടെ 90% നമ്മൾ കൺവിൻസ്ഡ് അല്ല. പലരും പല ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയാം, അതിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയാകാം, ബന്ധുക്കളാകാം, ഇവരൊക്കെ ഒപ്പോസ് ചെയ്യുന്നു. അവർ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവർ കൺവിൻസ്ഡ് അല്ല. അപ്പോൾ സബ് കോൺഷ്യസിൽ കൺവിൻസ്ഡ് ആകുക, ആ
തോൽവിയെ നേരിടുക എന്നുള്ളതാണ്. സർ, ഈ പറഞ്ഞ പോലെ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നം, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പെർസെപ്ഷൻ ചേഞ്ച് കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. അത് പെർസെപ്ഷൻ ചേഞ്ച് മാത്രം പോരാ, ഒരു കോഗ്നിറ്റീവ് തെറാപ്പിയും കൂടി അതിന് ആവശ്യമാണ്. കോഗ്നിറ്റീവ് തെറാപ്പീസിലൊക്കെ നമ്മൾ തോട്ട് പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം ധ്യാനം, ചില മെഡിറ്റേഷൻസ് ഒക്കെ അതിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചില കേസസിൽ അത് ഓവർ ആണെങ്കിൽ ചിലപ്പം ചില മെഡിസിന് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ 5 പ്രധാനപ്പെട്ട തോട്ട്സ്, അതായത് നമുക്ക് ജീവിത വിജയത്തിനുള്ള 5 പ്രധാനപ്പെട്ട തോട്ട്സ് ഈ ബുക്ക് ഞാൻ ഈ ബുക്കിൽ ഞാൻ വായിച്ചു. ഇത് വായിച്ചിട്ടില്ലാത്ത, ഇനി വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ 5 വിജയങ്ങളെ കുറിച്ച് അറിയാൻ 5 തോട്ട്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമാണ്. അതൊന്ന് പറയാം. തീർച്ചയായിട്ടും. അത് ഒന്നാമതായിട്ട് ഞാൻ വിജയിക്കും എന്നുള്ള ആ ഒരു ചിന്തയാണ്. ഇപ്പം ഈ ലോകത്ത് വിജയം വരിച്ച എല്ലാ വ്യക്തികളും അവര് ഇപ്പം അത്ലറ്റ്സ് ആയിരിക്കാം, അവര് വിജയത്തിന്റെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് അവർ വിജയിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിൽ ആ ചിത്രം കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. ഒന്നാമതായിട്ട് ഞാൻ വിജയിക്കും എന്ന പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. രണ്ടാമതായിട്ട് എന്നെ ഞാൻ തിരിച്ചറിയുക. എൻ്റെ കഴിവുകൾ എനിക്കുണ്ട്, അതേസമയം തന്നെ എൻ്റെ കുറവുകളുമുണ്ട്. എൻ്റെ കഴിവുകൾ ഞാൻ കൂടുതൽ ഊർജിതപ്പെടുത്തുക, മെച്ചപ്പെടുത്തുക. അതേസമയം എൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ആവശ്യമാണ്. ഞാൻ എവിടെ എത്തിച്ചേരണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യം എനിക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഒരു ഇടത്തോട്ട് പോകും, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അവസാനം കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരില്ല. ആ ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എത്തിച്ചേരും. മറ്റൊന്നുള്ളത് ടൈം ബൗണ്ടഡ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഏത് സമയത്ത്, എപ്പോഴെങ്കിലും നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ട് കാര്യമില്ല. ഏത് സമയത്ത് എൻ്റെ ലക്ഷ്യം ഞാൻ നേടും എന്ന രീതിയിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തിനുള്ളിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അഞ്ചാമതായിട്ട് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ് എന്താണ്. ഇപ്പം ഞാൻ എൻ്റെ ലക്ഷ്യം രചിച്ചിരിക്കുന്നത്, ലക്ഷ്യം നിശ്ചയിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മറ്റു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നേഴ്സസിനും മറ്റുമൊക്കെ മോട്ടിവേഷണൽ ട്രെയിനിങ് എടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു രാജ്യത്ത് ചെന്നപ്പോഴത്തേന് അവിടെയുള്ള നേഴ്സസിന് ട്രെയിനിങ് എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവരോട് ചോദിച്ചു, എല്ലാവരും 1-2 ലക്ഷം രൂപ ശമ്പളമൊക്കെ ഉള്ളവരാണ്, വളരെ ഹാപ്പി, അവരൊക്കെ ആഗ്രഹിച്ച ആ ജോലിയിലേക്ക് വന്നവരാണ്, പുറത്ത് ജോലി ചെയ്യുന്നു, വളരെ കംഫർട്ടബിൾ ലൈഫാണ്. ഇതിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ പറഞ്ഞത് അവരാഗ്രഹിച്ച ലക്ഷ്യങ്ങളെല്ലാം അവർ നേടി. നേഴ്സായി, ഇവിടുത്തെ ടെസ്റ്റുകളെല്ലാം പാസ്സായി, അവരാഗ്രഹിച്ച വെസ്റ്റേൺ കൺട്രീസിൽ തന്നെ ജോലി ചെയ്തു, ലക്ഷങ്ങൾ ശമ്പളമുണ്ട്, നല്ലൊരു വിവാഹം കഴിച്ചു, നല്ല ഫാമിലി, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ അത് മാത്രം ഇല്ല. കാരണം അവർ ലക്ഷ്യം വെച്ചത് ഈ ജോലിയുടെ ആ ഒരു സ്വഭാവത്തെയോ ജോലിയെയോ ആയിരുന്നില്ല, മറിച്ച് അവിടെ കിട്ടുന്ന ആ ഒരു ലക്ഷ്യങ്ങളിലും അതുമൂലം ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങളിലുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം വെക്കുമ്പോൾ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്വാർത്ഥ ചിന്താഗതി, അതായത് വിവാഹത്തിലാകാം, വിവാഹം കഴിക്കുമ്പോൾ ദമ്പതികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു കിട്ടുന്ന ഷെയറോ അല്ലെങ്കിൽ ആ പങ്കാളിയുടെ സൗന്ദര്യമോ ജോലിയോ ഏതെങ്കിലും ഒരു ഘടകം മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് ജീവിതത്തിലും ബാധിക്കും. കാരണം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളുടെ കയ്യിൽ പുതിയ കളിപ്പാട്ടങ്ങൾ അവർക്ക് ഇഷ്ടമാണ്, അവർ ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ച കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അവർക്കത് മടുക്കും, പിന്നെ എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും അവരത് മൂലക്കിടും, പുതിയത് കിട്ടും എന്ന് പറഞ്ഞ പോലെ ജീവിതം. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് അച്ചീവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്വന്തമാണ്. സ്വന്തമായി കഴിയുമ്പോൾ നമ്മളതിനെ സ്നേഹിക്കണമെങ്കിൽ നമുക്കതിനോട് യഥാർത്ഥത്തിലൊരു സ്നേഹം, താല്പര്യം ഉണ്ടാകണം. അപ്പം അത് ജോലിയാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും ഈ രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള താല്പര്യത്തിൽ, സ്നേഹത്തിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് കുറവിലും അത് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് വിജയത്തിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് സാധിക്കും. ഇനിയുള്ള ഇതുവരെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്, പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ക്ലാസ്സസ് കോർപ്പറേറ്റ് സെക്ടറിലായാലും ടീച്ചേഴ്സിനായാലും സാധാരണക്കാർക്ക് എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഈ സഹോദരന്മാരുടെ മുന്നോട്ടുള്ള യാത്രയിലെ എന്താണ് കുറെ പ്ലാൻസ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, അത് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ. നമ്മൾ തന്നെ നമ്മുടെ ഒരു ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളിലായിട്ട് നമ്മളുടെ ആ ഒരു ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിയുടെ മെറ്റീരിയൽ സക്സസ് മാത്രമല്ല, ഒരു വ്യക്തിയുടെ സാമൂഹിക തലത്തിൽ, കുടുംബത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ
എല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ സംതൃപ്തി കൊടുത്തുകൊണ്ട് ആ വ്യക്തിയെ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളിലും ഒപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ആളുകളെ മാറ്റത്തിലേക്ക് നയിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത നമ്മുടേതായിട്ടുള്ള ഒരു മൈൻഡ് പവർ ട്രെയിനിങ് മൊഡ്യൂൾസ് ആണ് നമ്മൾ ഓരോ ഗ്രൂപ്പിന് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ ലോകത്താകമാനം ആളുകളിലെ നന്മയിലേക്കും വിജയത്തിലേക്കും നയിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ വ്യക്തികളെയും രാജ്യത്തിന് ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളാക്കി മാറ്റിക്കൊണ്ട് സമൂഹത്തിലെ പൂർണ്ണമായിട്ടുള്ള ഒരു നന്മയിലൂടെ വിജയത്തിലേക്ക്, മെറ്റീരിയൽ സക്സസ് ഏത് വഴിക്കും വിജയം നേടുക എന്നുള്ളതല്ല, നന്മയിലൂടെ സ്വന്തം കഴിവുകളും കുറവുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയത്തിലേക്ക് നയിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇനിയിപ്പോൾ അടുത്ത പ്രോഗ്രാംസ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ യൂറോപ്യൻ കൺട്രീസിലും US-ലും കഴിഞ്ഞു. ഇനിയിപ്പം ഡിസംബറോടുകൂടി മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ പ്രോഗ്രാംസ് ആരംഭിക്കുന്നു. അങ്ങനെ ലോകത്താകമാനം അത് ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ ആളുകളെ നന്മയിലൂടെ ജീവിത വിജയത്തിലേക്ക്, സംതൃപ്തിയിലേക്ക് നയിക്കുക, അതുവഴി ലോകത്താകമാനം ഒരു മാറ്റത്തിൻ്റെ ഒരു കിരണം വീശുക, ആ ഒരു ശ്രമത്തിൻ്റെ ഒരു പാതയിലാണ് ഞങ്ങളിപ്പോൾ. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ വിജയത്തിനുമുള്ള എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഇവിടെ എത്തിയതിനും ഞങ്ങളെ കുറച്ച് മോട്ടിവേറ്റഡ് ആക്കിയതിനും ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു.